കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്താത്ത ഒരു മുസ്ലിം ഭർത്താവിന് ലിവിങ് റിലേഷൻഷിപ്പ് പോസിബിൾ ആണോ, അല്ലെങ്കിൽ അതിന് നിയമസാധുതയുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൈക്കോടതിയുടെ ഒരു വിധി, ആ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ രണ്ട് ആളുകൾ ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും ഹൈക്കോടതിയിലേക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. പുരുഷൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഹിന്ദു മതവിശ്വാസിയുമാണ്. അപ്പോൾ അവർ കോടതിയിലേക്ക് പോയപ്പോൾ ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയും കോടതിയിൽ പറഞ്ഞു, ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുവാനായിട്ട് മകളെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും രംഗത്ത് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2010 ഈ മുസ്ലിം സഹോദരൻ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ആ കല്യാണത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും അവർ തമ്മിലുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഡിവോഴ്സ് നടത്തിയിട്ടില്ല, ഇപ്പോഴും ആ വിവാഹബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുമാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഈ പുരുഷനും ഈ സ്ത്രീയും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലിവിങ് റിലേഷൻഷിപ്പിലാണ്, അതുകൊണ്ട് എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്താത്ത ഒരു മുസ്ലിമിന്, ഇവിടെ ഇപ്പോൾ ആണിൻ്റെ കാര്യമാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്, ആണിന് ഒരു ലിവിങ് റിലേഷൻഷിപ്പ് നടത്തുവാനായിട്ടുള്ള അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അലഹബാദ് ഹൈക്കോടതിയുടെ വളരെ റീസെൻ്റായി വന്നിട്ടുള്ള ഒരു വിധിയാണ് എന്നുള്ളതും പ്രത്യേകം ആലോചിക്കാം. ആർട്ടിക്കിൾ 21 പ്രകാരം ഏതൊരു പുരുഷനും സ്ത്രീക്കും ലിവിങ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്താതെ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന മുസ്ലിം സഹോദരന്മാർ ഉണ്ടെങ്കിൽ ഈ ഒരു കേസിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.